ഹലോ മൈ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻഫന്റ് ജീസസ് ജ്ഞാനായ കാത്തലിക് മിഷൻ പെർത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജ്ഞാനായ കാത്തലിക് മിഷൻ പെർത്തിന്റെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് വേണ്ടി നമ്മുടേതായ സ്വന്തം ഒരു ജ്ഞാനായ അച്ഛൻ വന്നിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം അച്ഛൻ. അപ്പോൾ അച്ഛനെ പരിചയപ്പെടുകയാണ്. അച്ഛൻ്റെ പേരാണ് ഫാദർ ജോസഫ് വെള്ളാപ്പള്ളിക്കുഴിയിൽ. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ഫാദർ ജോസഫ് വെള്ളാപ്പള്ളിക്കുഴിയിൽ. അച്ഛാ, വെൽക്കം ടു ജ്ഞാനായ കാത്തലിക് മിഷൻ പെർത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് നന്നായിട്ടിരിക്കുന്നു. പിന്നെ നല്ല പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ശാന്തം സുന്ദരം. അച്ഛനെ കണ്ട ഒരു വില്ലനായിട്ട് തോന്നും, പക്ഷെ വില്ലനല്ല കേട്ടോ, ഉള്ളു വേറെ ചുത്തനാണ്. കാണുമ്പോ എല്ലാരും ഒരു അച്ഛനാണോ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ ലുക്ക് തോന്നുന്നു മാത്രമേ. ഉള്ളു പാവല്ലേ? പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ മുടി വളർന്നോളും. അച്ഛൻ പാവായിക്കോളൂ. അപ്പൊ താങ്ക് യു അച്ഛൻ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇവിടെ നമുക്ക് ജോസഫ് അച്ഛനെ എനിക്കറിയാം, അതുപോലെ ഇവിടെയുള്ള കുറച്ച് പേർക്കറിയാം. ജോസഫ് അച്ഛനെ അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇവൻ ഓസ്ട്രേലിയ മൊത്തം ഉള്ള പല ആൾക്കാരും ആരാണ് നമുക്ക് വേണ്ടി ഇവിടെ ഒരു ജ്ഞാനായ കാത്തലിക് മിഷൻ പെർത്തിൻ്റെ ഒരു ഇൻഫന്റ് ജീസസിന് വേണ്ടി വന്ന അച്ഛൻ ആരാണെന്ന് അറിയപ്പെടാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ്, നാട് എവിടെയാണ്? തീർച്ചയായിട്ടും എന്നെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പേര് ജോസഫ്, വീട് നീണ്ടൂരാണ്, ഇടവകയും നീണ്ടൂര് തന്നെ. വീട്ടുപേര് വെള്ളാപ്പള്ളിക്കുഴിയിൽ. ഞാൻ പട്ടം എനിക്ക് കിട്ടിയത് 2018 ജനുവരി 1. ഇപ്പം 6 വർഷം കഴിഞ്ഞ് 7ാം വർഷത്തിലേക്ക് ഏകദേശം എനിക്കൊന്ന് കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പോൾ 7 വർഷം അതെ 2 മാസം കൂടെ ഉള്ളൂ. 7 വർഷം ആയി ഏകദേശം. വീട്ടിൽ അച്ചാച്ചൻ, അമ്മ, പെങ്ങള്, അനിയൻ, ഇതാണ് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചത് ഒക്കെ സെമിനാരി കോട്ടയത്ത്, പിന്നെ കണ്ണൂർ ഇരിട്ടിയാണ്, ഇരിട്ടി കുന്നോത്ത് എന്ന് പറയും. അത് കഴിഞ്ഞ് ബാക്കി രാജപുരം, കരിങ്കുന്നം, കല്ലറ, ഡൽഹി, ഈ മകുടാലിയം, കണ്ണൂർ, അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഈ 6 വർഷം ഈ അച്ഛനായതിനു ശേഷം അച്ഛനായത് എവിടുന്നായിരുന്നു ഓർഡിനേഷൻ? അച്ഛൻ്റെ എൻ്റെ സ്വന്തം ഇടവകത്ത് തന്നെയാണ് ഓർഡിനേഷൻ, നീണ്ടൂര് തന്നെയാണ് ഓർഡിനേഷൻ നടത്തുന്നത്. പണ്ടാരശ്ശേരി പിതാവ് വഴിയാണ് പട്ടം കിട്ടിയത്. ഓക്കെ. അപ്പോൾ അച്ഛൻ കോട്ടയം രൂപതയുടെ സെമിനാരി തന്നെയാണ്? കോട്ടയം രൂപതാ വൈദികനാണ്. കോട്ടയം രൂപതാ വൈദികൻ തന്നെയാണ്. അറിയാവുന്ന പോലെ തന്നെ ഇവിടെ മിഷൻ തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഏകദേശം 1 വർഷം, ഈ മിനിങ്ങാന്ന് നവംബർ 10 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. 1 വർഷം തികഞ്ഞു. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക്, ഇതിന് മുമ്പ് അച്ഛനെ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ പ്രിൻസ് അച്ഛനും അതുപോലെ അഭിലാഷ് അച്ഛനും വന്നാണ് മാസത്തിൽ ഒരു കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം കുർബാന, അതായത് നമ്മുടെ ജോസഫ് അച്ഛനിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു ഭാഗ്യം 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് സാധിച്ചു എന്നതിനാണ്. അത് ഭയങ്കര ഒരു ദൈവം. ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു ഇത്ര പെട്ടെന്ന് ഒരു അച്ഛനെ ഇവിടെ എത്തുന്നു. അപ്പോൾ അച്ഛനോട് ചോദിക്കാനുള്ള, അപ്പോൾ അച്ഛന്മാർ നിങ്ങളെ സംബന്ധിച്ചോളം കൊച്ചച്ഛനാണ്, നമ്മുടെ കോട്ടയം രൂപതയിലെ ഏറ്റവും ചെറിയൊരു കൊച്ചച്ഛൻ എന്ന് വേണേൽ പറയാം. അപ്പോൾ നമുക്ക് നാട്ടിൽ നിങ്ങൾക്ക് അച്ഛന്മാർക്ക് ഒരു പ്രത്യേക ഒരു റെസ്പെക്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ റെസ്പെക്റ്റ് ഇല്ലാന്നല്ല പറയുന്നുണ്ടോ, ഒരു ബഹുമാനമുണ്ട്. അതുപോലെ ഭക്ഷണ കാര്യത്തിലാണല്ലോ എന്താ കാര്യം, ഇവിടെ വരുമ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഓസ്ട്രേലിയ നാട് എന്നുള്ളത് രണ്ട് രീതിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചിരുന്നതും ഇവിടെ വരുമ്പോൾ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആകാനായിട്ടുള്ള ഒരു എങ്ങനെ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത്യാവശ്യം ഓക്കെ ആയി വരുന്നു. അതിനേക്കാളും ഉപരി എനിക്കൊരു വേറൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിങ്ങളെല്ലാവരും തന്നെ എപ്പോഴും വിളിക്കുകയും കാണുകയും പരസ്പരം സംസാരിക്കുകയും ഒരുമിച്ച് നമ്മൾ വ്യാഴാഴ്ചകളിലൊക്കെ ഇങ്ങനെ കളിക്കുകയും ബാഡ്മിൻ്റൺ അതുപോലെ മറ്റു കാര്യങ്ങളും മിക്കവാറും തന്നെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ മുമ്പേ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഒരു വിദേശ രാജ്യം കാണുന്നത് ആദ്യം ഓസ്ട്രേലിയയാണ്. ശരിയാണ്. പക്ഷേ ആ ഒരു നമ്മളുടെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാത്ത വിധം
ഇവിടെയുള്ളവര് നമ്മളെ അപ്പൊ അത് മുമ്പോട്ട് ഇനി ജോസഫ് അച്ഛന്മാർ വേറെ അച്ഛന്മാർക്കും വരാനൊരു പ്രചോദനമാകട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛാ, ഇപ്പം നാട്ടിലൊക്കെ നമ്മുടേതായ സ്വന്തം പള്ളിയും നമ്മുടെ കുർബാനകളുമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മിഷൻ സംവിധാനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ അനുമതിയുള്ളൂ. അപ്പോൾ ഈ മിഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ മിഷനിലേക്ക് നമ്മൾ ഇതാകുന്നുണ്ട് യഥാർത്ഥ ജ്ഞാനായ ചിലർ പറയുന്നുണ്ട് സങ്കേര മിഷനാണിത്. അപ്പോൾ ഇത് കോട്ടയം രൂപതയുടെ അണ്ടറിലല്ല, ഇത് വെറും ഒരു സങ്കര മിഷനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചേരാത്തത് ഇതിൻ്റെ അകത്ത്. അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേര് ഇത് എതിർക്കുന്നുണ്ട്. അച്ഛൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ആ വാക്ക് വളരെ മോശമായൊരു വാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയാം എന്ത് കാരണത്താലാണെങ്കിലും ഞാൻ പറയാം ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ ഏത് കാര്യങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവരെ അവഹേളിക്കുന്നതിനുമൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു എൻഡോഗമസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് നിലനിൽക്കാൻ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഇങ്ങനൊരു സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ കോട്ടയം അതിരൂപതയായിട്ട് നിൽക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസ് എങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സൂര്യചന്ദ്രനുള്ള കാലത്തോളം എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അതിനുള്ള സാഹചര്യം, അതൊരു ചെറിയ സാധ്യതയാണ് എങ്കിൽ പോലും ഒരു 1% സാധ്യതയാണെങ്കിൽ പോലും അതിനെ ഉപയോഗിച്ച് അതിനെ 100%ലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അത് നമ്മുടെ വരും തലമുറയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ്. കാരണം നമ്മുടെ കാർന്നോന്മാര് നമ്മുടെ സമുദായ പാരമ്പര്യത്തിൽ നിലനിന്നത് കൊണ്ടും നമ്മുടെ ദേവാലയങ്ങളോട് ചേർത്ത് നാം ഓരോരുത്തരെ വളർത്തിയത് കൊണ്ടും ആണ് നമുക്ക് ഇന്ന് ജ്ഞാനായ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുള്ളത്. അത് വളരെ വാലിഡ് പോയിന്റാണ് അച്ഛൻ പറഞ്ഞത്. അത് നമുക്ക് സ്വന്തമായത് നമ്മുടെ ദേവാലയങ്ങളിലൂടെയാണ്. കാരണം നമ്മൾ അറിയപ്പെട്ടിരുന്നതും അഞ്ചര പള്ളിക്കാരെന്നൊക്കെയാണ്. അഞ്ചര പള്ളിക്കാർ, തെക്കും ഭാഗർ, പിന്നീടാണ് ജ്ഞാനായക്കാരെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ചെല്ലുന്നിടത്തെല്ലാം ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും അതിന് ചുറ്റും വളർന്നു വന്ന് അങ്ങനെയാണ് നമ്മുടെ സമുദായ ബോധം നമ്മൾക്ക് പള്ളിയിലൂടെയാണ് കൂടുതൽ വളർന്ന് നമ്മുടെ ഉള്ളിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലും ഇപ്പം നമുക്ക് ഇവിടെ സാധ്യമായിരിക്കുന്നത് മെൽബൺ രൂപതയോടൊപ്പം നിന്ന് വളരുക എന്നുള്ളതാണ്. നാളെ നമുക്ക് മറ്റൊരു സാധ്യത കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ച് തനിച്ച് നിൽക്കാനായിട്ടുള്ളൊരു സാധ്യത നമുക്കുണ്ടാകുന്നു. നമുക്ക് അതിൽ തന്നെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടം വരെ എത്തുന്നിടം വരെ നമുക്ക് നിൽക്കാനൊരിടം വേണം. അതിന് നമ്മളെ സംബന്ധിച്ച് മെൽബൺ രൂപത ഇവിടെ വളരെ നമുക്ക് സപ്പോർട്ടാണ്. നമുക്ക് വേണ്ടിയുള്ള ഒരു സാധ്യതകൾ നമുക്ക് ഒത്തിരി തുറന്നിട്ട് നൽകുന്നുമുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ ഫുൾ ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. കാരണം ഇവിടെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജ്ഞാനായക്കാരനായിട്ടൊരു അച്ഛനാണ്. നമ്മുടെ പള്ളികളിലെല്ലാം മെമ്പേഴ്സ് ആയിട്ടുള്ളവർ ജ്ഞാനായക്കാരാണ്, അല്ലാത്തവരാരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടേതായ ഒരു സംവിധാനമാണ് മെൽബൺ രൂപത നമുക്ക് നൽകിയിരിക്കുന്നത്. അവരുടെ ഏറ്റവും മാക്സിമത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു സംവിധാനം അവർ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതിലൂടെ നമ്മൾ വളർച്ച പ്രാപിക്കുക, വരും തലമുറയ്ക്ക് നമ്മുടെ സമുദായ ബോധവും നമ്മുടെ വിശ്വാസവും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതോട് ചേർത്ത് എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എൻഡോഗമസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഇപ്പം യഹൂദരായിരുന്ന കുറേ ആളുകൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് കേരളത്തിലെ സഭയെ വളർത്താനായിട്ടുള്ള ഒരു വരവുണ്ട്. അവിടെയാണ് ജ്ഞാനായ സമുദായത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസമാണ്. ഈ ക്രിസ്തു വിശ്വാസത്തിലാണ് ഈ സ്വവംശ വിവാഹനിഷ്ഠ വഴി നാം നമ്മുടെ സമുദായത്തെ കെട്ടിപ്പടുത്തത്. അപ്പം അടിത്തറ ശോഷിച്ചാൽ, വിശ്വാസം ശോഷിച്ചാൽ, എത്ര മുകളിലോട്ട് കെട്ടിപ്പൊക്കിയാലും നമ്മളത് താഴെ വീഴാനായിട്ട് ഇടയുണ്ട്. അപ്പം നമ്മൾ ആദ്യം പ്രോപ്പർ ബേസ് എന്ന് പറയുന്നത് ഫെയ്ത്താണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് നമുക്ക് മിഷനുകൾ
ചടങ്ങുകളിലൂടെയും നമ്മുടെ ദേവാലയങ്ങളിലൂടെയും നമ്മുടെ യുവതലമുറകളിലേക്ക് ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ എൻഡോഗമ വഴി ഉയർന്നു വരുമ്പോൾ അതിൻ്റെ അടിത്തറ ശക്തമായിരിക്കും. അത് എത്രമാത്രം നമുക്ക് ഉയരാമോ അത്രമാത്രം നമുക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യാനായിട്ട് സാധിക്കും. അത് കറക്റ്റ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ ഇതിനെ കെട്ടിപ്പൊക്കുന്നത്. അത് കറക്റ്റ് കാര്യം. താങ്ക് യു അച്ഛാ. അപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ക്നാനായ ഒരു കുർബാന അല്ലെങ്കിൽ ക്നാനായ അച്ഛൻ ജോസഫ് അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ വെള്ളിയാഴ്ച ആകുമ്പോൾ തൊട്ട് ആലോചിക്കും, പിള്ളേരും എല്ലാവരും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഏത് പള്ളിയിൽ പോകണം. അപ്പം ചിലപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വരെ ഒരു തീരുമാനം ഉണ്ടാകില്ല. എന്നാൽ ഓർക്കുക ശനിയാഴ്ച വൈകുന്നേരം എവിടെയെങ്കിലും ഒരു പള്ളിയിൽ പോയേക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പള്ളി തോന്നുന്നിടത്ത് അന്ന് പോയത്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കാരണം നമ്മുടേതായ ഒരു പള്ളി വന്നു, നമ്മുടേതായ ഒരു അച്ഛനായി. അപ്പോൾ നമ്മളൊരു അച്ഛൻ ചിലപ്പോൾ അത് മനസ്സിലാകില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയുള്ള ഞങ്ങൾക്കൊരു ശരിക്കും ഒരു ഇടവക പള്ളിയിൽ പോകുന്ന ഒരു ഫീല് ഓൾറെഡി വന്ന് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. അതുപോലെ പിള്ളേർ, എൻ്റെ മക്കൾക്കൊന്നും ഇതിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇതിൻ്റെ മുമ്പിൽ വരുന്നുണ്ടെന്ന് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചും ഇടവക എന്നത് നമുക്കൊരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇടവക വന്നപ്പോൾ നമുക്ക് ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിലുമൊക്കെ വിശുദ്ധ കുർബാനയ്ക്കുള്ളൊരു സാധ്യത വന്നപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് കൂടുതൽ അടുത്തു എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. കാരണം അൾത്താരയ്ക്ക് ചുറ്റുമാണ്, ബലിയർപ്പണത്തിലൂടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ശക്തി പ്രാപിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് നമുക്കൊരു സ്വന്തമായ നമ്മുടെ സംവിധാനം ഉണ്ടാവുക എന്നുള്ളത്. അതാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ 5 മിഷനുകളിലായി നമ്മുടെ മെൽബൺ അത് ഇടവക പാരീഷ് എന്നുള്ള ലെവലിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ആ പാരീഷിലേക്കുള്ള ഒരു ചുവടുവെപ്പിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ നമ്മുടേതായ ഒരു രീതിയിലേക്ക്, നമ്മുടേതായ ഒരു കുടുംബത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ അച്ഛനോട് ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും. നമുക്ക് ഇപ്പം ക്നാനായക്കാർക്ക് സ്വന്തമായിട്ട് ഒരു അജപാലനാധികാരം മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ ചേർന്ന് നമ്മളൊരു ഒപ്പുചേർന്ന് നടത്തിയിട്ടുണ്ട്. മൊത്തം ലോകത്തിലുള്ള ക്നാനായക്കാർ സഹിതം. അത് എവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നു? അത് നമ്മെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കണ്ടതാണ്. നമ്മുടെ അത് റോമിലെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ നമുക്കത് ഏൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മളോടൊപ്പം സീറോ മലബാർ സഭ മുഴുവനും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവും അതുപോലെ തന്നെ പിതാവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം മിഷൻ വന്നു, അച്ഛൻ നമ്മുടെ പെർത്തിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ക്നാനായക്കാർക്ക് വേണ്ടി വന്നൊരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇനി മുമ്പോട്ട് എന്തൊക്കെയാണെന്ന് അച്ഛനൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ മിഷന് വേണ്ടി ഒരു പ്ലാനോടുകൂടി ആയിരിക്കുമല്ലോ അച്ഛൻ വന്നിരിക്കുന്നത്. എന്താണ് അച്ഛൻ ഇവിടെ കണ്ടതിന് ശേഷം ഒരു പ്ലാൻ അച്ഛൻ്റെ ഉണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ വേദപാഠമൊക്കെ തുടങ്ങാൻ പോകാന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും എല്ലാം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. എനിക്ക് നിങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് യുവജനങ്ങളും കുഞ്ഞുങ്ങളുമാണ് എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പല മീറ്റിങ്ങുകളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ നിങ്ങളിലുണ്ട്. അത് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ. അത് നമുക്ക് പ്രാർത്ഥനകളിലൂടെയും വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലൂടെയും ഒക്കെ നമുക്ക് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മുടെ യുവജനങ്ങളിലും കുഞ്ഞുങ്ങളിലും തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ കണികകളുണ്ട്. അത് കുറേയും കൂടെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സമുദായത്തിനും നിലനിൽപ്പുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ശനിയാഴ്ച ആകുമ്പോൾ ആ പള്ളിയിൽ പോകുന്നു, ഈ പള്ളിയിൽ പോകുന്നു, നമ്മൾ ഇടയ്ക്ക് സമുദായത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ പിള്ളേർക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവരും പോകുന്നത് ഒരു പള്ളിയിൽ, എല്ലാവരും ഒരേ പള്ളിയിൽ പോകുന്നു, ഞങ്ങളുമെല്ലാം ഒന്നാണ്. നമ്മളിങ്ങനെ വ്യത്യസ്തമായ ഒരു രീതി പിന്തുടരുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ തന്നെ സംവിധാനത്തിൽ വരികയും നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം സംസാരിക്കുകയും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് മിങ്കിൾ ചെയ്ത് ബോണ്ടിങ് കൂടുതൽ വളരുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്നാനായ സമുദായമാണ്, ഇതിൻ്റെതായ വ്യക്തിത്വമുണ്ട്, ഈ സമുദായത്തിന് അതിൻ്റെതായ കസ്റ്റംസ് അല്ലെങ്കിൽ അതിൻ്റെതായ ട്രഡീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പേരൻസ് എങ്ങനെയാണ്,
അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നതും നമുക്ക് ഈ ദേവാലയം വന്നതുകൊണ്ടാണ്. ഓരോ നമ്മുടെ ട്രഡീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കസ്റ്റംസ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾപ്പെടെ മീനിങ് ഉൾപ്പെടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വർക്കുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നട വിളിക്കുക, എല്ലാവരും ചുമ്മാ നമ്മൾ ഈ ചിലപ്പോൾ ഈ ജീപ്പ് കയറ്റം കയറുന്ന പോലെ ചില നടവിളിയൊക്കെ അതെങ്ങനെയാണ് വിളിക്കേണ്ടതെന്നും എപ്പോഴാണെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ടും അർത്ഥം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ മന്ത്രായിക്ക് ഈ പഴവും അപ്പവും കൊടുക്കുന്നുണ്ട്. സാധാരണ ചിലർ ആദ്യം അപ്പം വെക്കും, പഴം കൊടുക്കും, അങ്ങനെ. പക്ഷെ അതിനൊരു ഓർഡറുണ്ട്. ആദ്യം പഴം വെച്ച് പിന്നെയാണ് 3 നെയ്യപ്പം വെക്കുന്നത്. അതിന് അതായത് പഴത്താൽ വന്ന പാപം അപ്പത്താൽ വായിക്കപ്പെടും എന്നുള്ളതാണ്. അതിനർത്ഥമുണ്ട്. നമ്മൾ പലപ്പോഴും പലതിൻ്റെ അർത്ഥം അറിയാതെ അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നതിൻ്റെ അപ്പുറം നമ്മളെല്ലാ പരിപാടികളും അതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോഴേ നമ്മുടെ ആചാരങ്ങളുടെയും നമ്മുടെ വിശ്വാസ മൂല്യങ്ങളെയും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് അതിൻ്റെതായ പൂർണ്ണ ബോധ്യത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. 1 വർഷത്തേക്കുള്ള തീം നമ്മൾ എടുത്തു കഴിഞ്ഞു. അത് നമ്മൾ അനൗൺസ് ചെയ്തത് ഔദ്യോഗികമായിട്ടത് പ്രഖ്യാപിച്ച് നമ്മൾ അച്ഛനെ കൊണ്ട് തീർച്ചയായിട്ടും 100% സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ. നമ്മുടെ വന്നവര് അത് നാട്ടിൽ, അതായത് കഴിഞ്ഞെടുത്തോണ്ട് പോകുന്നു, പ്രദർശനം, അതുപോലെ കൊടിയേറ്റം തുടങ്ങി എല്ലാ പരിപാടികളും നമ്മുടെ നാട്ടിലൊരു പെരുന്നാളിൽ എങ്ങനെ പോയോ അതേ ഫീല് റാജിനെ കൊണ്ടുവരാൻ. ഞാനത് പെരുന്നാൾ ദിവസം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ്. ഞാൻ ദൈവത്തിന്റെ ഒരു വലിയ നമുക്ക് നിൽക്കാൻ തോന്നുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇടവപ്പള്ളിയിൽ നമ്മൾ നിൽക്കുന്നത് ഒരു ദൈവത്തിന്റെ വലിയൊരു ഇടപെടലേ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. കാരണം എല്ലാ മേഖലകളിലും കഴിവുള്ളവരെയാണ്. നമുക്ക് ഒരു കാര്യത്തിന് പോലും ഈ പുറത്തുനിന്ന് ഒരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതൊരു ഉണ്ണീശോയുടെ ഒരു വലിയ ഇടപെടൽ നമ്മുടെ എല്ലാത്തിലും നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛൻ കാണുന്നതാണ് നമ്മളിപ്പോൾ കനാനായ കാത്തലിക് മിഷൻ പെർത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളും അതുപോലെ നമ്മളുടെ ഒരു ഹോംലി ഫീലിംഗ്, അതായത് നമ്മളുടെ ഇടവക രീതിയിലുള്ളൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഓൾറെഡി വന്നതിൻ്റെ ഭാഗമായി കണ്ട് ഒത്തിരി ആൾക്കാർ ഇനിയും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ മിഷന് ഇപ്പോൾ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരും ഇനിയും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്നോട് തന്നെ പേഴ്സണലായിട്ട് പറഞ്ഞവരുണ്ട്. അതുപോലെ പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. നമ്മളെല്ലാവരും വരുമ്പോഴാണ് നമ്മുടെ കുടുംബം പൂർണ്ണമാകുന്നത്. നമ്മുടെ അസാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ ജ്ഞാനായ കുടുംബത്തെ അപൂർണമാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അവസാന നഷ്ടം നമുക്ക് തന്നെയാണ്. അതേസമയം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് എന്തും സാധ്യമാകും എന്നുള്ളതാണ്. ഇവിടുത്തെ ഏത് സഭാ സംവിധാനത്തെക്കാളും മികച്ചതായി നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് അമേരിക്കയിലും ഒക്കെ നമുക്കത് ഉദാഹരണം സഹിതം നമുക്ക് ഉള്ളതാണ്. എത്രയോ മഹത്തരമായ ദേവാലയങ്ങളാണ്, എത്രയോ ഇടവക അംഗങ്ങളുള്ള ദേവാലയങ്ങളാണ് അവിടെ ആയിരിക്കുന്നത്. ഇപ്പം അവിടെ പോയിട്ട് വരുന്നവരുമൊക്കെ നമ്മളോട് പറയുന്നതും കാണുന്നതുമൊക്കെ ഏറെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷം. അതുപോലെ നമുക്കും പെർത്തിൽ മാത്രമല്ല എല്ലായിടത്തും നമ്മുടേതായ ഒരു വലിയ കുടുംബത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ വരും തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒരു കുടക്കീഴിൽ ബലിപീഠത്തോട് ചേർന്ന്, ഒരേ ബലിപീഠത്തോട് ചേർന്ന് ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുന്ന അതായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. അതാണ് നമുക്ക് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വപ്നം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എളുപ്പമാണ്, നമുക്ക് കൈ കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പക്ഷേ സഹോദരൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുപോലെ ഈ അടുത്തിടയ്ക്ക് മാർപ്പാപ്പയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. തത്തയെപ്പോലെ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നമ്മൾ ഇങ്ങനെ തത്ത പറയുന്നത് പോലെ പറയുന്നുണ്ടാകാം. പക്ഷെ അതിനേക്കാളും
ഉപരിയായി ഹൃദയത്തിൽ നിന്ന് സഹോദരങ്ങളോട് ചേർന്ന്, അതാണ് ബൈബിളും നമ്മളോട് ക്ഷണിക്കുന്നതാണ്. സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രണ്ടോ അതിലധികമോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്താണ് ഞാൻ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമുദായത്തെ വിഭജിതമാക്കാതെ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ. അല്ലാത്ത പക്ഷം നമ്മൾ ആണ് പരസ്പരം തോൽക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. താങ്ക് യു. അപ്പോൾ താങ്ക് യു അച്ഛാ. താങ്ക് യു ജോസഫ് അച്ഛാ. താങ്ക്സ് ഫോർ യുവർ ടൈം.